30-ാം തീയതിയിലത്തെ വെള്ളച്ചിൽ കുടുംബമടക്കം പോയി സർട്ടിഫിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ട കുട്ടിയാണ്. അപ്പോൾ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് ഇന്നലെ ഇവിടെ സർട്ടിഫിക്കറ്റ്, SLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് അടിയന്തരമായിട്ട് ലഭ്യമാക്കണം. അപ്പോൾ അവൻ ICAR അതുപോലെ തന്നെ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അപ്പോൾ അതിലേക്ക് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ്. അപ്പം സ്കൂളിൽ വന്നു, ഇവിടുന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും അടിയന്തര ഇടപെടൽ പരീക്ഷാ ഭവൻ നേരിട്ട് ഇടപെട്ടു. സർട്ടിഫിക്കറ്റ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അപ്പോൾ അവരുടെ ഉപരിപഠനത്തിന് വളരെ സഹായകരമാകും. അപ്പം നമ്മൾ കുറേയധികം കുട്ടികൾ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അതിന്റെ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി. വളരെ അടിയന്തരമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്പീഡിയായിട്ട് നമ്മൾ ചെയ്യണം. അദാലത്തിൽ സംഘടിപ്പിക്കുകയോ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയോ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ മുഹമ്മദ് നബീലിന് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വിതരണം ചെയ്തു. ഇങ്ങനെയുള്ള മുഴുവൻ കുട്ടികളുടെയും തുടർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തരമായിട്ട് തന്നെ ചെയ്തു. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ തന്നെ SSLC +2 എല്ലാ സർട്ടിഫിക്കറ്റ്സും നഷ്ടപ്പെട്ടു. അടിയന്തരമായി അത് തിരിച്ചു കിട്ടണമെന്ന് ഉള്ളതുകൊണ്ട് ഞാൻ മന്ത്രിയോടും അധികാരികളോടും അറിയിച്ചിരുന്നു. അതോടനുബന്ധിച്ച് എത്രയും പെട്ടെന്ന് അത് എത്തിച്ചു തന്ന ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി.